everyone, so welcome back to our class. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ MS യൂണിവേഴ്സിറ്റിയിലെ MBA ഫസ്റ്റ് സെമ്മിൽ വരുന്ന ഒരു സബ്ജക്ട് പേപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലേ. നമുക്കറിയാം നമ്മളെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ബിസിനസ് എത്തിക്സിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് ഉള്ളത് അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമലി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് നമ്മളെ ചാപ്റ്റർ അഥവാ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നാച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ്, ദാറ്റ് ഈസ് നാച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാല്ലേ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ടു മീൻ ബൈ മാനേജ്മെന്റ്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും അല്ലേ. നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, കറക്റ്റ് ആയിട്ട് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ ഒരു ഫ്ലോയിൽ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ബിസിനസ് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇവിടെ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് എന്ത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ആൻഡ് ത്രൂ എങ്ങനെയൊക്കെ വിത്ത് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിലെ വ്യക്തികളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സ്ഥാപനത്തിൽ വരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ അതർ definition is management is the process of designing and maintaining an environment in which individuals working together in group efficiently accomplish the selected item. Okay, ഇതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മാനേജ്മെന്റ് എന്താ നമുക്ക് പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് നമ്മളെ 5 ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അഥവാ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്ലാനിങ്. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൻലി പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഗോൾസുകൾ, എന്തൊക്കെ അതിലൂടെ നമുക്ക് നേടേണ്ട സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ആദ്യമേ മുൻകൂട്ടി തയ്യാറെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ, ഓർഗനൈസിങ് മീൻസ് ഇൻക്ലൂഡിങ് ഓർ ഡിറ്റർമൈൻ ദ ടാസ്ക് ഹാസ് ടു ബി ഡൺ, ഹൂ ഈസ് ടു ബി ഡൺ. ഓക്കെ, ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണത്. കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ ഒരു ബിസിനസ്സിൽ, അല്ല. എന്ത് വേണം, അത് കറക്റ്റായ രീതിയിൽ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ അവിടെ മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസിങ്. ആൻഡ് ദ തേർഡ് വൺ ആണ് സ്റ്റാഫിംഗ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ വേണം എന്ത് ചെയ്യേണ്ടത്, ആ ജോലിയിലേക്ക് എന്ത് ചെയ്യേണ്ടത്, നിശ്ചയിക്കപ്പെടാൻ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യും അല്ലേ, ആളുകൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇവിടെ ഒരു വാക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് മാച്ച് ആയിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, സ്റ്റാഫിംഗ് അല്ലേ, സെലക്ടിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയും നമുക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ദാറ്റ് ഈസ് ലീഡിങ്. എന്താ ലീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലീഡിങ് മീൻസ് ഡയറക്റ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. എന്തൊക്കെയാണ്, നമ്മൾ വരുന്ന സ്റ്റാഫുകളെ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനും അവർക്ക് കറക്റ്റ് മോട്ടിവേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഈസ് കൺട്രോളിങ്. എന്താ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ, കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്, പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. അതായത് എന്താണ്, ആ സ്റ്റാഫ് അവിടെ ചെയ്യുന്നതും നമ്മൾ കരുതുന്നതും എന്താണ് നോക്കുക അല്ലെ. അവരെന്താണ് നമ്മൾ കരുതുന്ന പോലെ നമ്മളൊരു ആക്ച്വൽ ഇതായിട്ടുള്ള കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതായത് അവരെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ. സോ നമ്മൾ എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അഥവാ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഏതാന്ന് പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയായിരുന്നു, ദാറ്റ് ഈസ് പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള വാട്ട് യു മീൻ ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ വേഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബിസിനസ്സിൽ വരുന്ന ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഡീൽ ചെയ്യാനും ഓക്കെ നമുക്ക് ആ മാനേജ്മെന്റിൽ വരുന്ന അഥവാ ആ ഒരു മാനേജ്മെന്റിന്റെ ഫോക്കസ് എന്താണ്, ഓവറോൾ ആയിട്ട് ഒരു ലീഡർഷിപ്പിന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു
ഒരു ഹൈ ലെവൽ ആക്ടിവിറ്റി ആണ് അല്ലേ. ഹൈ ലെവൽ ആക്ടിവിറ്റി കൂടെയാണ് എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ബട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ബിസിനസ് ആൻഡ് ഫങ്ഷൻ ലെവൽ ആക്ടിവിറ്റി ആണ് അല്ലേ. അതായത് എന്താണ്, നമുക്ക് എന്താണ്, അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു സെറ്റ് ഓഫ് ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് കൂടെ തന്നെ അത് അവർ ആ ഒരു റൂൾ നോക്കിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഏത് പെടുക, മാനേജ്മെന്റ് പെടുക. ഓക്കെ, അതാണ് ഏത് പറയുന്നത്, മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ത്, മാനേജറൽ സ്കിൽ. എന്താണ് മാനേജറൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യം, ഒരു മാനേജർക്ക് ഒരുപാട് സ്കിൽസ് വേണം അല്ലേ. എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും ആൾക്ക് വേണ്ടി? കൺസെപ്ച്വൽ സ്കില്ലേ, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്കില്ല് വേണം. അതാണ് കൺസെപ്ച്വൽ സ്കില്ല്. ടെക്നിക്കൽ സ്കില്ലിലെ സാങ്കേതികപരമായിട്ടുള്ള സ്കില്ല് എന്ത് വേണം, ആൾക്ക് വേണം. ഹ്യൂമൻ റിലേഷൻ സ്കിൽ, അതായത് എന്താ, ആളുകളോട് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് കാര്യങ്ങൾ, ആ ഒരു സ്കില്ല് ആൾക്ക് വേണം അല്ലേ. സോ ഇത്രയും ടൈപ്പ് ഓഫ് 3 സ്കില്ലുകളാണ് ഏതിലുള്ളത്, നമ്മളെ മാനേജർ സ്കില്ലിലുള്ളത്. ദാറ്റ് ഈസ് കൺസെപ്ച്വൽ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, ഹ്യൂമൻ റിലേഷൻ സ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡിഫറെന്റ് മാനേജറൽ ലെവൽ. എന്തൊക്കെയാണ് മാനേജറൽ ലെവലിൽ ഡിഫറെന്റ് മാനേജറൽ ലെവൽ ഏതൊക്കെയാണ് നമുക്കറിയുന്ന കാര്യമാണ്. നമുക്ക് 3 ടൈപ്പ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവൈസറി അഥവാ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഈ കൺസെപ്റ്റ് സ്കില്ലൊക്കെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റിലേക്കാണ്, കാരണം അവരാണ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യാണ് ഈ മിഡിൽ മാനേജ്മെന്റിനും സൂപ്പർവൈസറി മാനേജ്മെന്റിനും കൊടുക്കുക. ഓക്കെ, ദെൻ മിഡിൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവർക്കാണ് എന്ത് ചെയ്യുക, ആളുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുക. ഹ്യൂമൻ റിലേഷൻ കീപ്പ് ചെയ്യാനായിരിക്കും ഈ മിഡിൽ മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ സൂപ്പർവൈസറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവരാണ് പ്രാവർത്തികമാക്കേണ്ടത്. ഇവർ ചെയ്ത കാര്യങ്ങൾ ഇവരാണ് എന്ത്, അതായത് ടെക്നിക്കൽ സ്കില്ലിലൂടെ എന്ത് ചെയ്യേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ ഡിഫറെന്റ് മാനേജ്മെന്റൽ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ലെവൽസ് എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് ഉണ്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ സൂപ്പർവൈസറി മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിലൊരു ഫിഗർ കണ്ടിട്ടോ, മാനേജ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും, അതിന്റെ താഴെ മിഡിൽ മാനേജ്മെന്റ് ഉണ്ടാവും, പിന്നെ ഫസ്റ്റ് ലൈൻ മാനേജർ, പിന്നെ ഓപ്പറേഷൻ ഓർ എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇതിൽ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണല്ലേ, ദാറ്റ് ഈസ് എന്ത്, ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലെ ഹെൻറി ഫയോൾ ഉണ്ട് അല്ലേ. ഹെൻറി ഫയോളിന്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റിൽ വരുന്ന കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. 14 പ്രിൻസിപ്പിൾസ് ആണ് ടോട്ടൽ ഉള്ളത്. ഏതൊക്കെയാണ് ആ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ എന്താ, ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, ഡിവിഷൻ ഓഫ് വർക്ക് പറഞ്ഞാൽ എന്താണ്, വർക്ക് എന്ത് ചെയ്യാണ് അക്കോർഡിംഗ് ടു ഇതനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയിലെ ഉത്തരവാദിത്വം, ആ പൊസിഷൻ അനുസരിച്ചുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ എന്ത് ചെയ്യണം, അതോറിറ്റി ഒക്കെ ആർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, വർക്കേഴ്സിന് ഉണ്ടായിരിക്കണം. ഡിസിപ്ലിൻ, മൂന്നാമത്തതാണ് മര്യാദ അല്ലെ. ഡിസിപ്ലിൻ എന്തായാലും എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം അല്ലെ, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസ് എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു സുപ്പീരിയറിന്റെ കീഴിൽ മാത്രം ഒരു ഓർഡർ ഏറ്റെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ എംപ്ലോയീസ് ഒരുപാട് ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു 4 സുപ്പീരിയർ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ എല്ലായിടത്തുനിന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അവർക്ക് അത് ഒബേ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ്, എംപ്ലോയീസ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം 1 സുപ്പീരിയർ ഓൺലി എന്ന് പറയും. ഓക്കെ, ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്, 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ. ഇതേപോലെ തന്നെ എന്താണ്, ഒരു ഹെഡും ഒരു പ്ലാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, എന്ത്, ദാറ്റ് ഈസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു വ്യക്തിക്ക് മാത്രമല്ലാതെ ഭൂരിപക്ഷം നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള സാലറി, വേജസ് കാര്യങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ സെൻട്രലൈസേഷൻ ആണ്. ഓക്കെ, സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും, അതുപോലെ എന്ത് ചെയ്യണം, അത് അവർ എഗ്രി ചെയ്ത് നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്കേലാർ ചെയിൻ. ഓക്കെ, സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പോൾ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരാൾക്ക് താഴെ വരുന്ന ഒരാളെ കാണണം എന്നുണ്ടെങ്കിൽ മീൻസ് എങ്ങനെയാണ് അത്
അക്കോർഡിംഗ് ടു ഒരു പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും പോകേണ്ടി വരിക. ഓക്കെ, അതാണ് സ്കേലാർ ചെയിൻ. പിന്നെ ഓർഡർ ആണ്, എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ദെൻ ഇക്വിറ്റി, എല്ലാവരും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ, അതായത് ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, ദാറ്റ് ഈസ് എസ്പിരിറ്റ് ദി കോർപ്സ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, അതായത് എന്താ, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം, ഒരു യൂണിയൻ തന്നെ എന്ത് ചെയ്യണം, ഇതിനോട് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എസ്പിരിറ്റ് ദി കോർപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് നമ്മളെ 14 പ്രിൻസിപ്പിൾസ്. ഈ 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇത് മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു മാനേജർക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും? കമ്മ്യൂണിക്കേഷൻ അല്ലേ, പിന്നെന്താ, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയണത്, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലേ, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയണത്, ഇമോഷണൽ ഇന്റലിജൻസ്, ഓക്കെ, റെസിലൻസ്, ഗോൾ സെറ്റിംഗ്, ഓർഗനൈസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഏതൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ്, കോൺഫിഡൻസ്, ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള സ്കിൽസുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമ്മളെ ചാപ്റ്റർ 1 ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ചാപ്റ്റർ 1 ആയിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അല്ലേ, ദാറ്റ് ഈസ് നാച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് 1 നമ്മൾ പഠിച്ചത്. എന്താണ് മാനേജ്മെന്റ്, ഏതൊക്കെയാണ് മാനേജ്മെന്റ് ഫങ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ വേഴ്സ് മാനേജ്മെന്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു. മാനേജർ സ്കിൽസ് ഏതൊക്കെയെന്ന് പറഞ്ഞു. ദെൻ മാനേജർ ലെവലുകൾ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് ഒരു മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ ചാപ്റ്റർ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഓക്കെ, ദെൻ